പ്രിയ സ്നേഹിതരെ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് വള്ളംകളി എന്ന് പറയുന്നത്. വെള്ളം നദിയിലും കായലിലും ധാരാളമായി ഉള്ള സമയത്ത് വള്ളംകളി സംഘടിപ്പിക്കുക സർക്കാർ തലത്തിലും മറ്റ് ഓരോ നാട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ വള്ളംകളികൾ നടത്താറുണ്ട്. നമ്മുടെ നാട് അതിന് പ്രസിദ്ധമാണ്. ഗവൺമെൻറ് അതിനു വേണ്ടി എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളെ വരുത്തുക, വളരെ വിപുലമായ വള്ളംകളി മത്സരങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ സാധാരണമാണ്. ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നവരും വള്ളംകളി കാണുന്നവർക്കും ഇത് ഭയങ്കര ആവേശമാണ്, വളരെ ഹരം പകരുന്ന ഒന്നാണ്. ഇന്ന് അങ്ങനെ വള്ളംകളി കാണാൻ പോകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ആ വള്ളംകളി നടക്കുന്ന സമയത്ത് ടിവിയുടെ അടുത്തിരുന്ന് നമ്മൾ അതിൻ്റെ മുന്നിലിരുന്ന് ആവേശം കൊള്ളാറുണ്ട്. അത്രമാത്രം നമുക്ക് താല്പര്യമുള്ള ഒരു വിനോദമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. തായ്ലൻഡിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലും ഇതേപോലെ വള്ളംകളിയുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വള്ളംകളി ഉള്ളത്. ഞാൻ പറയാൻ വരുന്നത്, ഞാൻ കുട്ടനാടൻ പ്രദേശങ്ങളിൽ താമസിച്ച കാലത്ത് അവിടെ കണ്ടിട്ടുണ്ട്, വള്ളത്തെയാണ് അവിടെയുള്ള മിക്ക ആൾക്കാരും എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. കാരണം വഴി സൗകര്യമില്ല, മിക്ക ഇടത്തും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വീടുകൾ ഉള്ളിടത്തു നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വള്ളത്തേലാണ് പോകുന്നത്. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതും വള്ളത്തേലാണ്, സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് വള്ളത്തേലാണ്. കച്ചവടക്കാർ വള്ളത്തേൽ സാധനവുമായി വീടിൻ്റെ അടുത്തുള്ള നദികളിൽ വന്നിട്ട് വിളിച്ചു പറയും, ഇന്ന സാധനമുണ്ട്, സാധനം വേണോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിച്ചെന്ന് ആ വള്ളത്തേലുള്ള കച്ചവടക്കാരുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെ ഈ വള്ളം ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്നൊരു സ്ഥിതിയാണ് കുട്ടനാടിൻ്റെ പല ഭാഗങ്ങളിലും. ഞങ്ങൾ താമസിച്ച ആ ഭാഗത്തും ഞങ്ങൾക്കും ഒരു വള്ളം ഉണ്ടായിരുന്നു, ചെറിയ വള്ളമാണ്. പക്ഷെ ആ വള്ളത്തിനും പഴയ വള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവുള്ള സമയത്ത് ഈ വള്ളത്തെ കരക്കെടുത്ത് വെച്ച് അതിൽ കീലൊക്കെ തേച്ച് ടാറൊക്കെ തേച്ച് പൊട്ടിയ പലകളുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ പലക ആശാരിമാരെ വിളിച്ചു കൊണ്ടുവന്ന് ആ പലകയൊക്കെ മാറ്റി പുതിയ പലകയിട്ട് വളരെ ഭദ്രമാക്കി അതിനെ റിപ്പയർ ചെയ്തെടുത്താണ് പിന്നെയും അതിനെ വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. എന്നാൽ അടുത്ത വർഷം ഇതേപോലെ ആകുമ്പോഴേക്കും പഴയ വള്ളമായതുകൊണ്ട് പലപ്പോഴും പലയിടത്തും സുഷിരങ്ങൾ വീഴുകയും വെള്ളം അതിലൂടെ അകത്ത് കയറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ വള്ളത്തേൽ എപ്പോഴെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാത്രം കൂടെ കരുതും. എന്തിനാണെന്നറിയാമോ? ഈ വള്ളത്തിനകത്ത് കയറിയ വെള്ളം കോരിക്കളയാനായിട്ട്. അതായത് വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ വെളിയിൽ കിടക്കേണ്ട വെള്ളം വള്ളത്തിനകത്ത് കയറിയാൽ അത് കോരിക്കളയണം. ഇല്ലെങ്കിൽ അത് ക്രമേണ വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ഈ വള്ളം താഴ്ന്ന് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാതും അപകടം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പാത്രം കരുതി വെക്കും, വെള്ളം കോരി കൂടെ കളയാനായിട്ട്. ഞാൻ പറയാൻ വരുന്നത്, വള്ളത്തിൻ്റെ വെളിയിൽ കിടക്കുന്ന വെള്ളം അത് വള്ളത്തിനകത്ത് കയറിയാൽ അപകടമാണ്. ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ദുഷ്ടത എൻ്റെ ജീവിതത്തിനകത്ത് കയറിയാൽ അത് അപകടമാണ്. ആരെങ്കിലും തിന്മ ചെയ്യുന്നത് കണ്ടിട്ട്, ദോഷപ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് ഞാനും സ്വീകരിച്ച് എൻ്റേതാക്കിയാൽ അപകടം നിശ്ചയം. മറന്നു പോകരുത്. നല്ലത് കണ്ടാൽ സ്വീകരിക്കുക, അതെൻ്റെ ജീവിതത്തിൽ നന്മയാകും, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും. ചീത്ത വാക്കുകൾ പറയുന്നത് കണ്ടാൽ അത് ഞാൻ അനുകരിച്ചാൽ ഞാനും ചീത്തയാകും. വേണ്ടാത്ത പ്രവൃത്തികൾ, മോഷണം നടത്തുന്നവരുണ്ട്, അവർ പറയാറുണ്ട്, മോഷണം നടത്തുന്നവരുടെ കൂടെ കൂടിയാൽ ഞാനും ഒരു മോഷ്ടാവായി മാറുമെന്ന്. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ വെളിയിൽ കിടക്കേണ്ടത് വെളിയിൽ കിടക്കട്ടെ. നമ്മുടെ ഉള്ളിൽ വേണ്ടത് മാത്രം നമുക്ക് മതി. നല്ല സ്വഭാവത്തിനുടമയാകുക, നല്ല രീതിയിൽ അപകടം വരാത്ത ഒരു ജീവിത ശൈലി നാം രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എന്നെ കണ്ട് എൻ്റെ മക്കൾ പഠിക്കട്ടെ. എൻ്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കാനുള്ള നല്ല മാതൃകയുള്ള സ്വഭാവവും സംസാര ശൈലിയും എനിക്കുണ്ടാകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ എൻ്റെ മക്കളും അത് കണ്ടു പഠിക്കും.
ദൈവിക സ്വഭാവമായ സ്നേഹവും സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെൻ്റെ മക്കളും കണ്ടുപിടിക്കും. എൻ്റെ കുടുംബ ജീവിതത്തിനകത്തൊരു സമാധാനത്തിന് അന്തരീക്ഷമുണ്ടെങ്കിൽ എൻ്റെ മക്കളും അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കാം. അടുത്ത തലമുറ നമ്മളെ കണ്ടു പഠിക്കട്ടെ, മുതിർന്നവരെ കണ്ടു പഠിക്കട്ടെ. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേക കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചെറുപ്പക്കാരായ പിള്ളേർ അവരുടെ പ്രായത്തിലുള്ളവരെ കാണുകയാണ്. കണ്ടിട്ട് അവരിലുള്ള എന്ത് സ്വഭാവമാണോ എന്ത് ചെയ്തികളാണോ അതൊക്കെ അവരുടെ സ്വന്തമാക്കുക. അതിലുപരി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? മുതിർന്നവരെ കണ്ട് ചെറുപ്പക്കാർ പഠിക്കട്ടെ. നല്ല മാതൃകയുള്ള ജീവിതം മുതിർന്നവർ കാഴ്ചവെക്കാമെങ്കിൽ അത് കണ്ടിട്ട് അവർ പറയണം, ഈ മുതിർന്നവരുടെ സ്വഭാവം നല്ലതാണ്, അത് എനിക്കും വേണം എന്നവർക്ക് പറയാനിടയാകട്ടെ. അതുകൊണ്ട് വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ അപകടം വരുന്നത് പോലെ പുറത്ത് കിടക്കേണ്ടത് പുറത്ത് കിടക്കട്ടെ. ദൈവിക സ്വഭാവം മാത്രം നമ്മുടെ ഉള്ളിൽ നിൽക്കട്ടെ. ശുഭകരമായ ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിൻ്റെ ബലം നമുക്ക് ഏറ്റെടുക്കാം, ദൈവത്തിൻ്റെ ശക്തി ഏറ്റെടുക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഏറ്റെടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.